വചനമൊഴി ഫെബ്രുവരി 7. വചനഭാഗം 2 തിമോത്തി 2:8-13, മത്തായിയുടെ സുവിശേഷം 5:1-12. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അധരം തുറന്നവരെ പഠിപ്പിച്ചു തുടങ്ങി. ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ സംതൃപ്തരാകും. കരുണയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ അനുഗ്രഹീതർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈശോയിൽ സ്നേഹമുള്ളവരെ, അഷ്ടസൗഭാഗ്യങ്ങൾ എന്നറിയപ്പെടുന്ന സുവിശേഷ ഭാഗങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. അനുഗ്രഹീതരാകുന്നത് ആരാണ് എന്നാണ് പറയുന്നത്. അനുഗ്രഹീതർക്ക് ഉള്ള പ്രതിഫലം സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള വ്യത്യസ്തമായ വഴികളാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ ഓരോന്നും പറയുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള മാർഗങ്ങൾ ആത്മീയ ദാരിദ്ര്യം പുൽകുന്നതായിരിക്കാം, വിലപിക്കുന്നവരോടുകൂടെ ചേർന്ന് വിലപിക്കുന്നതായിരിക്കാം, ശാന്തമായി പ്രവർത്തിക്കുന്നതായിരിക്കാം, നീതിക്ക് വേണ്ടി അധ്വാനിക്കുന്നതായിരിക്കാം, കരുണയോടുകൂടി വർത്തിക്കുന്നത്, ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുന്നത്, സമാധാനം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നത്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നത്. വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ, വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിത സാഹചര്യത്തോട് ഏറ്റവും അടുത്ത് യാഥാർത്ഥ്യമാകുന്ന ജീവിത വഴി പുൽകി സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് മുന്നേറുവാനായിട്ട്, സ്വർഗരാജ്യം ലഭിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ പറഞ്ഞ മറ്റൊരു കാര്യം, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വ്യാജമായി ആരോപണങ്ങൾ പറയുമ്പോൾ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഉള്ള കാര്യങ്ങള്, നമ്മുടെ കുറവുകള്, തെറ്റുകള് ചൂണ്ടിക്കാണിച്ചു തന്നാൽ തിരുത്തുവാൻ നമുക്ക് കടമയുണ്ട്. എന്നാൽ വ്യാജമായ ആരോപണങ്ങളുടെ പേരില് നിരാശരാകാതെ, തളർന്നു പോകാതെ, പ്രതികാര ബുദ്ധിയോടുകൂടി വർത്തിക്കാതെ കർത്താവിനോട് ചേർന്ന് അതിനെ ഉൾക്കൊള്ളുവാനും അതിൽ ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനുമാണ് ഈശോ പറയുന്നത്. കാരണം അതും സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു വഴിയാണ്. സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.